ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ. ഇവനാണ് നടൻ. നല്ല ഫ്രഷ് പീസ. ചാടുന്നു, മുങ്ങി നിവരുന്നു, അത് സ്ലോ മോഷൻ. ഓഹോ, ഈ നടിക്ക് സ്ലോ മോഷനിലൊക്കെ നീന്താൻ അറിയോ? നടി എന്തിനാ നീന്തുന്നേ? അതൊക്കെ ക്യാമറ ട്രിക്ക് അല്ലേ? ആ ട്രിക്ക് എനിക്കറിയില്ലല്ലോ. എനിക്ക് സ്ലോ മോഷൻ വേണ്ട. നടി സാധാരണ മട്ടിൽ മുങ്ങി നിവരുന്നു, പടവിലേക്ക് ഇങ്ങനെ ഇങ്ങനെ കയറി വരുന്നു. അവിടെ സോപ്പ് പെട്ടിയിൽ വെച്ചിരിക്കുകയാണ് നമ്മുടെ പരിമള സോപ്പ്. ആ സോപ്പ് എടുത്ത് നടി അവളുടെ അർദ്ധനഗ്ന മേനിയിൽ തേക്കുന്നു. എന്നിട്ട് പറയുന്നു, എന്റെ മേനിയഴകന്റെ രഹസ്യം പരിമള സോപ്പ്. മനസ്സിലായോ? മനസ്സിലായോന്ന്? എന്തായാലും പെട്ടുപോയില്ലേ, ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാൻ. സ്റ്റാർട്ട് ആക്ഷൻ കട്ട്. മനസ്സിലായില്ല. സ്റ്റാർട്ട് ആക്ഷൻ കട്ട്. ഇതില് ഏതാണ് മനസ്സിലാവാത്തത്? അപ്പൊ ലൈറ്റപ്പ് ഒന്നും ചെയ്യണ്ടേ? ചെയ്യണം. ലൈറ്റപ്പ് ചെയ്തോളൂ, ചെയ്തോളൂ. ആദ്യം ക്യാമറ എവിടെ വെക്കണമെന്ന് പറയൂ. ക്യാമറ ഇവിടെ എന്തെങ്കിലും വെക്കണ്ട, കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചോളൂ. മാറ്റി വെച്ചോളൂ. സ്റ്റോറി ബോർഡ് എവിടെ? സ്റ്റോറി ബോർഡ് ഉണ്ടായിരുന്നു, പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ആരാ മേക്കപ്പ് ചെയ്ത്? ഞങ്ങളുടെ നാട്ടില് ബ്യൂട്ടി പാർലർ എടുത്തിന് പുഷ്പലത ചേച്ചി. നന്നായിരിക്കുന്നു. കുട്ടി സിമ്പിൾ മേക്കപ്പ് മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്റെ കഴിവ് മുഴുവൻ പുറത്തെടുക്കാൻ പറ്റിയില്ല. പോവാം. എന്താ വെട്ടിക്കളയുന്നു? കഥയുടെ പേര് ചിറകൊടിഞ്ഞ കിനാവുകൾ. ബംഗ്ലാവിന്റെ പാലുകാച്ചൽ ദിനം വരികയാണ്. അന്ന് തന്നെയാണ് സുമതിയും ഗൾഫുകാരനുമായുള്ള വിവാഹവും. അവിടെ കല്യാണ വാദ്യഘോഷങ്ങൾ, ഇവിടെ പാലുകാച്ചൽ. പാലുകാച്ചൽ കല്യാണം, കല്യാണം പാലുകാച്ചൽ, കല്യാണം പാലുകാച്ചൽ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടവിട്ട് കാണിക്കണം. അവിടെ സുമതിയുടെ കഴുത്തിൽ താലി വീഴുന്ന സമയത്ത് ഇവിടെ കാച്ചിയ പാലിൽ വിഷം കലക്കി കുടിച്ച് തയ്യൽക്കാരൻ പിടയുകയാണ്. കഴിഞ്ഞിട്ടില്ല. കുറെ കഴിയുമ്പോ എല്ലാരെയും പോലെ അവരും മരിക്കും, എന്നിട്ട് കുഴിച്ചിടും. എന്താ നിന്നെ സിനിമയിലെടുത്തടാ. എന്താ വെട്ടിക്കളയുന്നു? ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ. ഇവനാണ് നടൻ. നല്ല ഫ്രഷ് പീസ.